പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മീയമായി പുതുക്കം പ്രാപിപ്പാൻ നാം ആഗ്രഹിക്കുകയും ഉത്സാഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന പല കാഴ്ചകളും നാം ജീവിതത്തിൽ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളും നമ്മുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കാറുണ്ട്. ഇബ്രാലേഖനം 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ സത്യവേദ പുസ്തകം എന്ന ട്രാൻസ്ലേഷനിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് ക്ഷീണിച്ച് തളർന്നു പോകാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള ദ്രോഹം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ മനസ്സ് ക്ഷീണിച്ച് തളർന്നു പോകാതിരിക്കുവാൻ, അതിനെ സത്യവേദ പുസ്തകം ബൈബിൾ സൊസൈറ്റിയുടെ ട്രാൻസ്ലേഷൻ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം അല്ലെങ്കിൽ മനസ്സ് ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കാനെന്നാണ് കാണുന്നത്. ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും ഈ ഒരു മടുപ്പ് ഇന്ന് പൊതുവെ പ്രകടമാണ്. അതിൽ പ്രത്യേകിച്ച് കുടുംബത്തിലെ അന്തരീക്ഷം, നമ്മുടെ ജോലി മേഖലകൾ, ഇടപെടുന്ന വ്യക്തികൾ തുടങ്ങിയ പല കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാകാം. എന്നാൽ ആത്മീയ അനുഭവങ്ങളിലേക്ക് നോക്കി മനസ്സ് മടുത്തും ക്ഷീണിച്ചും പോയ ഒരാളെ പഴയ നിമിത്തി കാണും. പ്രതീക്ഷിച്ചത്ര ഒരു ആത്മീയ അനുഭവങ്ങൾ പ്രതീക്ഷിച്ചിടത്തുനിന്ന് ലഭിക്കാതെ വന്ന ഒരു സാധു സ്ത്രീയെ 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. തൻ്റെ ഭവനത്തിലെ അവസ്ഥ അത് വളരെ പരിതാപകരമാണ്. തനിക്ക് ഒരു പുത്രനോ പുത്രിയോ ഇല്ല, അല്ലെ മകനോ മകളോ ഇല്ല എന്ന ഒരു കാരണത്താൽ ആ ഭവനത്തിൽ താൻ അനുഭവിക്കുന്ന നിന്ന അത് വളരെ വേദനയുള്ളതാണ്. ഇനി ഒരു പുത്രനോ പുത്രിയോ ഇല്ല എന്നുള്ള വേദനയേക്കാൾ അപ്പുറമായി ദൈവത്തിൻ്റെ ആലയത്തിൽ അഥവാ ദൈവ സാന്നിധ്യത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും തൻ്റെ മനസ്സിനെ വളരെ ക്ഷീണിപ്പിച്ചു. ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ വചനം അറിയാവുന്നവർക്ക് കുറച്ചുകൂടെ വ്യക്തമാകും. അന്നത്തെ പുരോഹിതനായ ഏലി, അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ 2 പുരോഹിതന്മാർ, അവരൊക്കെ ദൈവസന്നിധിയിൽ ചെയ്തു കൂട്ടി വെക്കുന്ന ഓരോ കാര്യങ്ങൾ ദൈവത്തെ ഭയമില്ലാതെ, ദൈവവേല എന്താണെന്നതിൻ്റെതായ ആഴവും അർത്ഥവും തിരിച്ചറിയാതെ തോന്നുന്നത് പോലെ ജീവിക്കുകയും ദൈവനാമത്തെ ഏതുവിധേനെ ദുഷിക്കത്തക്ക നിലയിൽ ജീവിതം ദൈവവചനത്തിൽ നിന്ന് പാടെ മാറിപ്പോയ ഒരു പശ്ചാത്തലത്തിൽ ഈ സാധു സ്ത്രീ ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നൊരു ഭാഗമുണ്ട്. ആ പ്രാർത്ഥനയിൽ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്കൊരു പെൺകുഞ്ഞിനെ തരണമെന്നല്ല, എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നെ തരണമെന്നല്ല. എന്താണ് കാരണം എന്നറിയാമോ? ഇപ്പോഴത്തെ ആത്മീയ മൂല്യച്യുതി വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ദൈവവചനമായി നിൽക്കേണ്ട സ്ഥാനത്ത് ആ വിശുദ്ധിയെയും വിശ്വസ്തതയൊക്കെ തൂത്തെറിഞ്ഞു കളഞ്ഞ് ദൈവഹിതമല്ലാത്ത പല കാര്യങ്ങളും ആത്മീയരെന്ന് നടിക്കുന്നവരുടെ നടുവിൽ നടക്കുമ്പോൾ ഇതല്ല ദൈവഹിതമെന്നും ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് ദൈവമേ വെളിപ്പെടുത്തണമേ, അതിനായി എനിക്കൊരു പുരുഷ സന്താനത്തെ തരണം, എനിക്കൊരു ആൺ തലമുറയെ തരണം. അങ്ങനെ ദൈവമേ അങ്ങ് തരുമ്പോൾ അവൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ അവനെ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ അവനെ സമർപ്പിച്ചോളാം.